എന്റെ ആദ്യക്കുട്ടൻ ഈ ആസ്വദിച്ച് കഴിക്കുന്ന എന്തുവാണെന്നറിയാവോ? പാസ്ത. പക്ഷെ ഇത് സാധാരണ പാസ്തയല്ല, മില്ലറ്റ് പാസ്തയാണ്. റാഗിയില്ലേ, നമ്മുടെ ഫിംഗർ മില്ലറ്റിന്റെ മാക്രോണി. ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. വല്ലപ്പോഴും ഒരു ചേഞ്ചിന് വേണ്ടി മാത്രമേ ഞാൻ ഇത് കൊടുക്കാറുള്ളൂ. പലരും എന്നോട് പറയാറുണ്ട് കേട്ടോ, കുഞ്ഞിന് പാസ്ത കൊടുത്തിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന്. പക്ഷെ അത് മിക്കവാറും ഇല്ലയോ മൈദയുടെ ഒക്കെ പാസ്ത ആയിരിക്കും. ഞാൻ മോന് കൊടുക്കുന്നത് മില്ലറ്റ് പാസ്ത അല്ലെങ്കിൽ വീറ്റ് പാസ്തയൊക്കെ കേട്ടോ, അതും ഇടയ്ക്ക് മാത്രം. പിന്നുണ്ടല്ലോ ഇതിനോട് വരുന്ന സോസ് ഇല്ലയോ, അത് ഞാൻ കുഞ്ഞിന് ഉപയോഗിക്കാറില്ല. എനിക്ക് പോലും ആ ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് ഞാൻ മോന് വേണ്ടി ഒരു ഹെൽത്തി സോസ് ആണ് ഉണ്ടാക്കാറ്. അതും ഞാൻ വെറൈറ്റി സോസസ് എപ്പോഴും ട്രൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ആദ്യം പാസ്ത നല്ലപോലെ വെള്ളവും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് വേവിച്ചെടുക്കണം. അതേ സമയത്ത് കുറച്ച് മത്തങ്ങയും ചിക്കനും കൂടെ കുക്കറിൽ നന്നായിട്ട് വേവിച്ചു. ഒരു മുട്ടയും കൂടെ പുഴുങ്ങിയെടുത്തു. പാസ്ത വെന്തപ്പോ ഇല്ലയോ അത് അരിച്ച് ഞാൻ മാറ്റി വെച്ചു. പിന്നെ വേവിച്ച ചിക്കൻ എടുത്ത് കുറച്ച് നെയ്യിലിട്ട് മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക് ഇതൊക്കെ ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുത്തു. പിന്നെ സോസ് ഉണ്ടാക്കാൻ വേണ്ടി മിക്സിയിലോട്ടില്ലയോ ഒരല് വെളുത്തുള്ളി, വേവിച്ച മത്തങ്ങ, പുഴുങ്ങിയ മുട്ട ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് അടിച്ചു. ഇത് നല്ല ക്രീമിയായ ഹെൽത്തി സോസ് റെഡി. പിന്നെ പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് ഈ സോസ് ഒന്ന് ചൂടാക്കി ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർത്തു. കുഞ്ഞിനുണ്ടല്ലോ നമ്മൾ ഈ ഉപ്പും കുരുമുളകും ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോ ഇത്രയും പ്രായമായില്ലേ, അതുകൊണ്ട് ഞാനിപ്പോ അതൊക്കെ കൊടുക്കും കേട്ടോ. എന്നിട്ട് അതിലോട്ട് ഞാൻ പാസ്ത ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. അവസാനം ചിക്കനും കൂടെ ചേർത്തൊന്ന് മൂടി വെച്ചു. അങ്ങനെ നമ്മുടെ ഹെൽത്തി മില്ലറ്റ് പാസ്ത റെഡി. കാണാൻ വലിയ ലുക്ക് ഒന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ. മോനിത് ശരിക്കും ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് കഴിച്ചു. ഇപ്പൊ ഉണ്ടല്ലോ അവന് സ്വന്തമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളൊക്കെ ഞാൻ അവന് തന്നെ കഴിക്കാൻ കൊടുക്കാറുണ്ട്. ചോറാട്ടോ കൂടുതലായിട്ട് ഞാൻ വാരി കൊടുക്കുന്നത്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് മില്ലറ്റ് ഒക്കെ പരിചയപ്പെടുത്താൻ ഇതുപോലത്തെ ചെറിയ രീതികളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പൊ ഉണ്ടല്ലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇല്ലേ ഈ മില്ലറ്റിന്റെ പല പ്രൊഡക്ട്സും കിട്ടുന്നുണ്ട്. അപ്പൊ ഇതെന്തായാലും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണം. അപ്പൊ അത്രയും ബൈ.